ജ്ഞാനം അസ്തി സമസ്തസ്യ ജന്തോഃ വിഷയഗോചരേ വിഷയാഃ ച മഹാഭാഗാ യാന്തി ച ഏവം പൃഥക് പൃഥക്. ഹേ മഹാഭാഗ, സുമേധസ് മഹർഷി രാജാവിനെ വിളിക്കുകയാണ്. അല്ലയോ മഹാഭാഗ, സമസ്തസ്യ ജന്തോ, ഈ ലോകത്തെ എല്ലാ ജീവികൾക്കും, വിഷയഗോചരേ, അവരവരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും അറിയുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള ജ്ഞാനം അസ്തി, എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള ജ്ഞാനം ഉണ്ട്. വിഷയഃ ച, ഈ വിഷയജ്ഞാനം, യാന്തി ച ഏവം പൃഥക് പൃഥക്, വെവ്വേറെ വെവ്വേറെയാണെന്ന്, എല്ലാ ജന്തുക്കൾക്കും, പല ജന്തുക്കൾക്കും ഈ വിഷയജ്ഞാനം പല വിധത്തിലാണ് ഉള്ളത് എന്നാണ് മഹർഷി ആദ്യം രാജാവിന് പറഞ്ഞു കൊടുത്തത്. അതായത് രാജാവ് മഹർഷിയോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കെല്ലാം അറിയാം, ഞാൻ അറിവുള്ളവനാണ് എന്നൊക്കെ പറയുന്നത് മഹർഷി ശ്രദ്ധിച്ചു. അപ്പൊ ആദ്യം തന്നെ രാജാവിൻ്റെ ഉള്ളിൽ നിന്നും, ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ഞാൻ എല്ലാം അറിയുന്നവനാണ് എന്ന അഹങ്കാരത്തിന്റെ ആ ചിറകൊടിക്കാനാണ്, ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണ് മഹർഷി ആദ്യം ശ്രമിക്കുന്നത്. ആ അഹം ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ശരിയായ അറിവിനെ, ജ്ഞാനത്തെ പറഞ്ഞു കൊടുത്താൽ അത് രാജാവിന് മനസ്സിലാവുള്ളൂ. അഹത്തിൽ ഇരിക്കുമ്പോൾ ആ ശരിയായ അറിവിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആദ്യം തന്നെ ആ അഹങ്കാരം ഇല്ലാണ്ടാവണം. ഞാൻ എല്ലാം അറിയുന്നവനാണ്, എനിക്കെല്ലാം അറിയാമെന്ന അഹങ്കാരമാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ആദ്യം പോകേണ്ടത്. അത് പോയി കഴിഞ്ഞ ആ നിർമ്മലമായ മനസ്സിനെ, ശരിയായ അറിവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മഹർഷി ആദ്യം രാജാവിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എല്ലാം അറിയുന്നവനാണ് എന്ന ആ ധാരണയെ തിരുത്താൻ പോവുകയാണ്. അതാണ്, അല്ലയോ മഹാഭാഗ, ഈ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും അവരവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ സാധിക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. അതിലൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, പല ജീവികൾക്കും ഇത് പല പല വിധത്തിൽ വെവ്വേറെയാണ് ഈ വിഷയജ്ഞാനം എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യനാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിത രീതി വേറെയാണ്, മൃഗങ്ങളുടെ, പക്ഷികളുടെ വേറെയാണ്, മത്സ്യങ്ങളുടെ വേറെയാണ്, പലതരത്തിലുള്ള മൃഗങ്ങളുടെയും വെവ്വേറെയാണ്. അപ്പോൾ ഓരോ ജീവിവർഗത്തിനും അവരവരുടേതായ വിഷയജ്ഞാനമുണ്ട്. ഇപ്പൊ മനുഷ്യനാണെങ്കിൽ വസ്ത്രധാരണം, ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന നേരത്ത് ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, അതുപോലെ ഇണചേരേണ്ടത്, വിവാഹം, ഇതൊക്കെ നമ്മളുടെ മനുഷ്യരുടെ സാമൂഹികമായ ജീവിത രീതിയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നതിനെ കുറിച്ചുള്ള അറിവുണ്ട്, കേൾക്കുന്ന ശബ്ദങ്ങളെ കുറിച്ച് അറിവുണ്ട്, എന്ത് ശബ്ദം കേട്ടാലും അത് എന്താണെന്നറിയാം, അതുപോലെ തൊട്ടറിയാം, അതുപോലെ മണത്തറിയാം, രുചിച്ചറിയാം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടുമുള്ള കർമ്മങ്ങളെ, ആ വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള സാമാന്യ ജ്ഞാനം മനുഷ്യനുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അവരവരുടെ ജീവിത രീതി, ആ മൃഗങ്ങൾ എങ്ങനെയാണോ ജനിച്ചത് അതിന് അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഭക്ഷണം വിശന്നാൽ ഭക്ഷണം കഴിക്കണം, മൈഥുനം, ഇണചേരല്, അതുപോലെ ഉറക്കം വരുമ്പോൾ ഉറങ്ങല്, അതുപോലെ സ്വാഭാവികമായും അവരെങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ള അറിവ് പ്രകൃതിദത്തമായി തന്നെ അവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മത്സ്യങ്ങൾക്കാണെങ്കിൽ അവരുടെ ജീവിത രീതി, പക്ഷികൾക്കാണെങ്കിൽ അവരുടെ ജീവിത രീതി, അതൊക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള സാമാന്യ ബോധം പ്രകൃതിദത്തമായി ഓരോ ജീവിവർഗത്തിനും ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. മനുഷ്യനെ പോലെ തന്നെയാണ് അവയ്ക്കും. ഇവയെല്ലാം ജീവികൾ മാറുന്നതിനനുസരിച്ച് ഇവയെല്ലാം വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും എന്നർത്ഥം. ഇപ്പൊ മനുഷ്യര് ജീവിക്കുന്ന പോലെയല്ല മൃഗങ്ങളുടെ ജീവിതം, പക്ഷികളുടെ ജീവിതം, അതുപോലെ മത്സ്യങ്ങളുടെ ജീവിതം എല്ലാം വ്യത്യസ്തമാണ് എന്ന് മാത്രം. ഇതാണ് രാജാവ് ആദ്യം പറഞ്ഞു കൊടുത്തത്. ഇതാണ് മഹർഷി ആദ്യം തന്നെ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ദിവ അന്തഃ പ്രാണിനഃ കേചിത് രാത്രൗ അന്തഃ തഥാ അപരേ കേചിത് ദിവ തഥാ രാത്രൗ പ്രാണിനഃ തുല്യ ദൃഷ്ടയഃ. കേചിത് പ്രാണിനഃ, ചില ജീവികൾക്ക്, മഹർഷി പറയാണ്, ചില ജീവികൾക്ക് ദിവ അന്തഃ, പകൽ സമയത്ത് കണ്ണു കാണുന്നില്ല.
ഇനി തഥാ അപരേ മറ്റു ചില ജീവികൾക്കോ രാത്രൗ അന്തഃ രാത്രിയിൽ കാഴ്ചയുണ്ടാവുകയില്ല. ഇനി കേചിത് പ്രാണിനഃ മറ്റു ചില പ്രാണികൾക്ക് ജീവികൾക്ക് ദിവാ തഥാ രാത്രൗ പകലും അതുപോലെ രാത്രിയിലും തുല്യദൃഷ്ടയഃ ഒരേപോലെ കാണാൻ സാധിക്കുന്നു എന്ന്. അതായത് ആ ജീവികളുടെ വ്യത്യാസമാണ് പറയുന്നത്. ചില ജീവികൾക്ക് അതിന്റെ പ്രത്യേകതയാണ് അവയ്ക്ക് പകൽ സമയത്ത് കാഴ്ചയുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ രാത്രിയിൽ മാത്രമാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതനുസരിച്ച് പകല് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ രാത്രിയിലെ കാണുന്നതിനെ കുറിച്ചുള്ള അറിവാണ് അവയ്ക്കുള്ളത്. കാരണം അവ ജനിച്ചത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ രാത്രിയിൽ കാണുന്നതിനെ കുറിച്ചുള്ള അറിവ് ആ ജീവികൾക്കുണ്ടാകുന്നു. എന്നാൽ മറ്റു ചില ജീവികൾക്ക് രാത്രി കാലങ്ങളിൽ കാഴ്ചയില്ല, പകല് മാത്രമേ കാഴ്ചയുള്ളൂ. അപ്പോൾ പകല് കാണുന്നതിനെയും കേൾക്കുന്നതിനെ കുറിച്ചുള്ള അറിവാണ് ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള അറിവാണ് ആ ജീവികൾക്കുണ്ടാവുക. എന്നാൽ മറ്റു ചില ജീവികൾക്കോ രാത്രിയും പകലും ഒരുപോലെ കാഴ്ചയുണ്ട്. അപ്പോൾ അവയ്ക്ക് അവയുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന രാത്രിയിലെയും പകലിലെയും എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടാക്കും. അപ്പോൾ ഇത് ജന്മനാ അവയുടെ സൃഷ്ടിക്കനുസരിച്ച് അവയുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കർമ്മശേഷിക്കനുസരിച്ച് അതാത് വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് സാമാന്യമായിട്ട് എല്ലാ ജീവിവർഗത്തിനും ഉണ്ടാകും എന്നാണ് മഹർഷി പറയുന്നത്. ജ്ഞാനിനഃ മനുജാഃ സത്യം കിം നോ തേ ന ഹി കേവലം യതഃ ഹി ജ്ഞാനിനഃ സർവേ പശുപക്ഷി മൃഗാദയഃ. മനുജാഃ മനുഷ്യർക്ക്, ജ്ഞാനിനഃ അറിവുണ്ട് എന്നത് സത്യം, ശരിയാണ് അങ്ങ് പറഞ്ഞത്. അതായത് മഹർഷി സുമേധസ് മഹർഷി സുരത മഹാരാജാവിനോട് പറയുകയാണ്, അങ്ങ് പറഞ്ഞല്ലോ എനിക്കെല്ലാം അറിയാം എന്നുള്ളത്. ശരിയാണത്, മനുഷ്യർക്ക് അറിവുണ്ട് എന്നത് ശരിയാണ്, സത്യം ശരിയാണ്. എന്നാൽ കിം നോ തേ കേവലം ന ഹി, പക്ഷേ അത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ലാന്ന്, ഈ അറിവ് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. യതഃ എന്തുകൊണ്ടെന്നാൽ സർവേ പശു പക്ഷി മൃഗാദയഃ എല്ലാ പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങിയ എല്ലാ ജീവികളും ജ്ഞാനിനഃ ഈ സാമാന്യമായ അറിവുള്ളവരാണ്. അപ്പൊ രാജാവിന്റെ ഉള്ളില് എനിക്കെല്ലാം അറിയാം എന്നുള്ള ആ അഹത്തെയാണ് ഇവിടെ മഹർഷി കെടുത്തിക്കളയുന്നത്. അതായത് അങ്ങ് പറഞ്ഞത് ശരിയാ, മനുഷ്യർക്ക് എല്ലാ അറിവുകളുണ്ട്, അത് ശരിയാണ്, സത്യമാണ്. പക്ഷെ അത് മനുഷ്യർക്കു മാത്രമല്ല, എല്ലാ ജീവിവർഗത്തിനും അവരവരുടേതായ സാമാന്യമായ അറിവുണ്ട്. എങ്ങനെ ജീവിക്കണം, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പകല് കണ്ണ് കാണുന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് ആ ജീവികൾക്കറിയാം. രാത്രി കണ്ണ് കാണുന്നില്ലെങ്കിൽ അതുപോലെ എങ്ങനെ ജീവിക്കണം എന്നുള്ള സാമാന്യ അറിവ് ആ ജീവികൾക്കുമുണ്ട്. പകലും രാത്രിയും ഒരുപോലെ കണ്ണ് കാണുന്ന ജീവികൾക്ക് ആ രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള സാമാന്യ ബോധം ആ ജീവികൾക്കുമുണ്ട്. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള സാമാന്യ ബോധം ഉള്ളതുപോലെ എല്ലാ ജീവിവർഗത്തിനും അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന ആ സാമാന്യമായ ബോധം, അതായത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇണചേരുക തുടങ്ങിയ എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള സാമാന്യ ബോധം എല്ലാ ജീവിവർഗങ്ങൾക്കും മനുഷ്യനുള്ളതുപോലെ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ മഹർഷി പറയുന്നത്. അതായത് എനിക്കെല്ലാം അറിയാം എന്നുള്ള അഹങ്കാരത്തെയാണ് ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങേക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ എല്ലാ ജീവിവർഗങ്ങൾക്കും അവരവരുടേതായ സാമാന്യമായ ആ ജ്ഞാനം, ബോധം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജ്ഞാനം ച തത് മനുഷ്യാണാം യത് തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത് തേഷാം തുല്യം അന്യത് തഥാ ഉഭയോഹോ. മൃഗപക്ഷിണാം മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള യത് ജ്ഞാനം ഏതൊരു വിഷയജ്ഞാനമാണോ തത് അത് മനുഷ്യാണാം മനുഷ്യർക്കും അതുപോലെ തന്നെ ഉണ്ട്. മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള അവരവരുടെ വിഷയജ്ഞാനം, അതേ ജ്ഞാനം മനുഷ്യർക്കുമുണ്ട്. ഇനി മനുഷ്യാണാം ച യത് ജ്ഞാനം തേഷാം, അതായത് മനുഷ്യർക്കുള്ള അതേ വിഷയജ്ഞാനം ഇതേപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ട്. അതാത് ജാതിക്ക് അനുസൃതമായ അജ്ഞാനമുണ്ട്.
ഇനി അന്യത് എന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ, അതായത് വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കണം, നിദ്ര ഉറക്കം വന്നാൽ ഉറങ്ങണം, ഭയം എന്തിനെയാണ് ഭയക്കേണ്ടത്, മൈഥുനം ഇണചേരൽ, ഇവയെല്ലാം ഉഭയോഹോ മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും എല്ലാം തുല്യമാണ് ഈ അറിവ് എന്ന്. അപ്പോൾ മനുഷ്യർക്ക് അതാത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഈ പ്രകൃതിയിൽ നിന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്ന ആ അറിവ് എന്താണോ അതുപോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുണ്ട്, അവയ്ക്ക് അതാത് ജീവിക്ക് അനുസൃതമായ രീതിയിൽ. ഇനി മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉള്ളതുപോലെ വിഷയജ്ഞാനം മനുഷ്യർക്കുമുണ്ട്. വിശപ്പ്, നിദ്ര, ഭയം, മൈഥുനം എന്നിങ്ങനെ ഇവയൊക്കെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ തുല്യമാണ്. അതാത് ജീവിവർഗത്തിൻ്റെതായ ഈ സാമാന്യമായ അറിവ് ജ്ഞാനം ഇതെല്ലാവർക്കും തുല്യമാണ്. അതാത് ജീവിവർഗത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ഈ അറിവ് വെവ്വേറെയാണ്, സാമാന്യമായി ബോധം വെവ്വേറെയാണെന്നു മാത്രം. പക്ഷേ അതാത് ജീവിവർഗത്തിന് ഉണ്ടാവേണ്ടതായ ഒരു സാമാന്യമായ അറിവ്, വിഷയജ്ഞാനം എല്ലാവയ്ക്കും തുല്യമായിട്ട് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ജ്ഞാനീ അഭി സതി പശ്യ ഏതാൻ പതംഗാൻ ചാവ ചഞ്ചുഷു കണമോക്ഷാദ് ധൃതാൻ മോഹാത് പീഡ്യമാനാൻ അഭി ക്ഷുധ. അതായത് ഇവിടെ സുമേധസ് മഹർഷി രാജാവിനോട് ഇത്ര നേരം പറഞ്ഞത്, അങ്ങേക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഇതേ അറിവ് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഉള്ള വിഷയജ്ഞാനമാണ് അങ്ങേക്കുമുള്ളത്. എങ്ങനെ ജീവിക്കണം, എന്തു ഭക്ഷണം കഴിക്കണം, എപ്പോ ഉറങ്ങണം, എന്തിനെ ഭയക്കണം, എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് പ്രകൃതിദത്തമായി എല്ലാ ജീവിവർഗങ്ങൾക്കും കിട്ടുന്ന അതേ അറിവ് തന്നെയാണ് അങ്ങേക്കുമുള്ളത്. അതിൽ കൂടുതലായിട്ടൊന്നും അറിയില്ല. അതാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട്, അതായത് മനുഷ്യനുള്ള അതേ അറിവ് പക്ഷിമൃഗാദികൾക്കുമുണ്ട് എന്ന് രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് ഏതാൻ പതംഗാൻ പശ്യ എന്ന് വെച്ചാൽ അങ്ങ് പക്ഷികളെ ഒന്ന് നോക്കൂ, അതാണ് ആ പറയുന്നത്. ഈ ഏതാന്ന് വെച്ചാൽ പതംഗാൻ എന്ന് വെച്ചാൽ പക്ഷികളെ, പശ്യ പക്ഷികളെ ഒന്ന് നോക്കൂ. എന്താണ് അവയുടെ പ്രത്യേകത? ജ്ഞാനീ അഭി സതി, പക്ഷികൾക്ക് അറിയാം വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്ന്. ജ്ഞാനീ അഭി അറിയാമെങ്കിൽ പോലും. പീഡ്യമാനാൻ അഭി ക്ഷുധ, അതായത് ക്ഷുധ വിശപ്പ് കൊണ്ട് വയറ് കത്തി വലഞ്ഞിരിക്കുകയാണ് എങ്കിൽ പോലും, അഭി എന്ന് വെച്ചാൽ എങ്കിൽ പോലും, ശാവചഞ്ചുഷു തൻ്റെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ, തൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റാനായി കണമോക്ഷാൻ ധൃതാൻ ആ ഭക്ഷണ വസ്തുക്കളെ അവയുടെ ചുണ്ടിലേക്ക്, കൊക്കിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? മോഹാത്ത് എന്ന് വെച്ചാൽ തൻ്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അമ്മ പക്ഷി ആ ഭക്ഷണ സാധനങ്ങളെ ആദ്യം അമ്മ കഴിക്കുന്നതിന് മുൻപ് മക്കളുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് മമത കൊണ്ടാണ്, സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. ഇത് തന്നെയല്ലേ മനുഷ്യരും ചെയ്യുന്നത്? ഇതേ അറിവ് തന്നെയല്ലേ മനുഷ്യർക്കും ഉള്ളത്? അപ്പോൾ പിന്നെ മനുഷ്യനും പക്ഷികളും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? അതാണ് രാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങ് പക്ഷികളെ ഒന്ന് നോക്കൂ, പക്ഷികൾക്ക് അറിയാം വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്ന്. മനുഷ്യനറിയുന്നത് പോലെ അവയ്ക്കും അറിയാം. അത് മാത്രമല്ല, വിശന്ന് വയറ് കത്തി കൊണ്ട് വലഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്നും അറിയാം, അത് മാറാനായിട്ട്. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും മക്കളോടുള്ള സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണം ആദ്യം തന്നെ മക്കളുടെ പക്ഷി കുഞ്ഞുങ്ങളുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം, അവ കഴിച്ചതിന് ശേഷം മാത്രമാണ് അമ്മ പക്ഷി കഴിക്കുന്നത്. അങ്ങ് കാണുന്നില്ലേ അത്? ഇത് തന്നെയല്ലേ മനുഷ്യരും? ഇതെല്ലാം മമത കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയല്ലേ മനുഷ്യരും ചെയ്യുന്നത്? അപ്പൊ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഒരേ അറിവ് തന്നെയാണ് ഉള്ളത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ഇതേ അറിവിൽ തന്നെ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠത തീർച്ചയായിട്ടും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമാണ് എന്ന് പറയുന്നതാണ് 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം സാമാന്യമായ അറിവ് പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും ഒരുപോലെയാണെങ്കിലും മനുഷ്യരെക്കാൾ ശ്രേഷ്ഠർ പക്ഷിമൃഗാദികളാണ് എന്നാണ് ഈ വരാൻ പോകുന്ന ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 40. മാനുഷ
മനുജവ്യാഗ്ര സ അഭിലാഷഃ സുതാൻ പ്രതി ലോഭാത് പ്രത്യുപകാരായ നനു ഏതാൻ കിം ന പശ്യസി. മനുജവ്യാഗ്ര, അല്ലയോ മനുഷ്യശ്രേഷ്ഠ. അതായത് ഇവിടെ സുമേധസ് മഹർഷി രാജാവിനെ വിളിക്കുകയാണ്. രാജാവാണല്ലോ, അപ്പോൾ മനുഷ്യരിൽ തന്നെ ശ്രേഷ്ഠനായവനാണ്. അതുകൊണ്ടാണ് അല്ലയോ മനുഷ്യശ്രേഷ്ഠ. മാനുഷ, മനുഷ്യരും, സുതാൻ പ്രതി, സ്വന്തം മക്കളെ, പ്രത്യുപകാരായ ലോഭാത്ത്, അതായത് സ്വന്തം മക്കള് വളർന്നു വലുതായിട്ട് തനിക്ക് പ്രത്യുപകാരം ചെയ്യും, ലോഭാത്ത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, സ അഭിലാഷ, ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നനു ഏതാൻ കിം ന പശ്യസി, തൻ്റെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതങ്ങ് കാണുന്നില്ലേ? അപ്പൊ ചോദിക്കുന്നത് കേട്ടോ. ഇതാണ് മനുഷ്യരും പക്ഷി മൃഗാദികളും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യര് സ്വന്തം മക്കളോട് ഈ മമത, ഈ സ്നേഹവും വാത്സല്യവും കാണിക്കുന്നത് അവർ ഇന്ന് ഞാൻ നിങ്ങളെ വളർത്തി വലുതാക്കുന്നു, നിങ്ങൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ തിരിച്ച് അച്ഛനമ്മമാരെ നോക്കും, ഈ ഒരു പ്രതീക്ഷ വെച്ചിട്ട് കേട്ടോ. നോക്കുക നോക്കാതിരിക്കുക അത് വേറെ, ആ നോക്കുന്നത് ധർമ്മമാണ്, ശരിയാണ്. പക്ഷേ ഓരോ അച്ഛനും അമ്മയും മക്കളോട് ആ സ്നേഹം, ആ വാത്സല്യം കാണിക്കുന്നത് നാളെ ഈ മക്കള് ഞങ്ങളെ നോക്കും എന്ന പ്രതീക്ഷ വെച്ചിട്ട്, ആ ആഗ്രഹത്തോടു കൂടിയാണ് മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതങ്ങ് കാണുന്നില്ലേ? ഇതാണ് മനുഷ്യരും പക്ഷി മൃഗാദികളും തമ്മിലുള്ള വ്യത്യാസം. പക്ഷികളും മൃഗങ്ങളും സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. അവയ്ക്കുമുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളോട് ആ സ്നേഹവും വാത്സല്യവും. പക്ഷേ അവരുടെ ഉള്ളിൽ പ്രതീക്ഷയില്ല. തിരിച്ച് ഞങ്ങളെ ഈ മക്കൾ നോക്കുമെന്ന പ്രതീക്ഷയോ ആഗ്രഹമോ കടപ്പാട്, അത് മക്കളുടെ കടമയാണ് എന്ന ചിന്തകളോ അവർക്കില്ല. അവർക്ക് എൻ്റെ മക്കൾ എന്ന, സ്വന്തം മക്കൾ എന്ന ആ മമതയും സ്നേഹവാത്സല്യവും. അതുകൊണ്ട് അവര് പറക്കമുറ്റുന്നത് വരെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. തിരിച്ച് ഈ മക്കൾ ഞങ്ങളെ നോക്കും എന്നൊരു പ്രതീക്ഷയോ ആഗ്രഹമോ ചിന്തയോ പക്ഷി മൃഗാദികൾക്കില്ല. അതേസമയം മനുഷ്യര് എന്ത്, സ്വന്തം മക്കൾക്കാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ആർക്കാണെങ്കിലും എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ടോ തിരിച്ചു പ്രതീക്ഷിച്ചു കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠര് തീർച്ചയായിട്ടും മൃഗങ്ങളും പക്ഷികളുമാണ് എന്നാണ് ഇവിടെ മഹർഷി പറയുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രതീക്ഷ, തിരിച്ചെന്നെ നോക്കും, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു തരും, മറ്റൊരു സഹായവും കിട്ടിയില്ലെങ്കിലും പുണ്യമെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് മനുഷ്യര് കർമ്മം ചെയ്യുന്നത്, അല്ലെ? തിരിച്ച് ഇനി പണമായിട്ടോ സമ്പത്തായിട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരാളെ സഹായിച്ചാൽ എനിക്ക് പുണ്യമെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും ഓരോ കർമ്മവും ചെയ്യുന്നത്. അത് എത്ര വലിയ ബന്ധമാണെങ്കിൽ പോലും. അപ്പോൾ അതാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. അച്ഛനമ്മമാർ പോലും മക്കളെ സ്നേഹിക്കുന്നതും നോക്കുന്നതും വലുതാകുമ്പോൾ തിരിച്ച് അവർ നമ്മളെ നോക്കുമെന്ന പ്രതീക്ഷയോടും ആഗ്രഹം കൊണ്ടും ആണ് ചെയ്യുന്നത്. എന്നാൽ പക്ഷിമൃഗാദികൾക്ക് അതില്ല. അതിന് കാരണം മനുഷ്യന്റെ ഉള്ളിലുള്ള അഹം, ഞാൻ എന്ന നമ്മുടെ അഹങ്കാരമാണ് ഈ പ്രതീക്ഷയ്ക്കും ഈ ആഗ്രഹങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഈ മമതയൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരമാണ്. എന്നാൽ ഇത് പക്ഷി മൃഗാദികൾക്കില്ല. നമുക്കറിയാലോ, നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ഉണക്കാനിടുന്ന പച്ചരി കൊത്തി തിന്നാനായിട്ട് ഒരുപാട് കാക്കകൾ നിത്യവും വന്നിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാക്ക വരുമ്പോൾ നമ്മൾ അവയെ ആട്ടി ഓടിപ്പിക്കാറുമുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കൽ ആട്ടി ഓടിപ്പിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കാക്ക ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മനുഷ്യനോ? ഒരു വീട്ടിൽ നിന്ന് ഒന്ന് അപമാനിക്കപ്പെട്ട് ഇറങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു വില കിട്ടിയില്ലെങ്കിൽ, ഒന്ന് ഇൻസൾട്ട് ആയി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ട് ഡിപ്രഷനിലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരാണ് ഇന്ന് ഈ ലോകത്തുള്ളവരെല്ലാം. അതേസമയം കാക്കകളെ നിത്യവും നമ്മൾ ആട്ടി ഓടിപ്പിച്ചാലും അവ പിന്നെയും വരും, പിറ്റേ ദിവസവും വരും. അത് പച്ചരി കൊത്തി തിന്നാൻ ശ്രമിക്കും, വീണ്ടും നമ്മൾ ആട്ടും, അവ പിന്നെയും വരും. നമ്മൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വരുന്നു. കാരണം അവയ്ക്ക് ഈഗോ ഇല്ല.
എന്നാൽ മനുഷ്യനാകട്ടെ ഒരു സ്ഥലത്ത് നിന്ന് അപമാനിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒന്ന് വില കുറഞ്ഞ ഒരു മര്യാദ കിട്ടിയില്ലെങ്കിൽ അതോടുകൂടി ഡിപ്രഷനിലായി അപമാനിക്കപ്പെട്ടു എന്ന് തോന്നി പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഈഗോ ആണ്. ഞാൻ എന്ന നമ്മുടെ അഹങ്കാരമാണ് അതിന് കാരണം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠർ പക്ഷിമൃഗാദികൾ തന്നെയാണ് എന്ന് ഇവിടെ മഹർഷി രാജാവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിനെല്ലാത്തിനും, ഈ അഹങ്കാരത്തിനും ഞാൻ എന്ന ഭാവത്തിനും ഇതിനെല്ലാത്തിനുമുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് 41-ാമത്തെ ശ്ലോകം മുതൽ. അത് നമുക്ക് ഇനി അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം.